നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിൻ്റെ അകത്തേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു 2 അരക്കപ്പ് സേമിയാണ് ഞാൻ എടുത്തത്. അതെടുത്തൊന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കാം. ലൈറ്റ് കളർ ഒന്ന് മാറുന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു 750 ml പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ആ പാല് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരക്കപ്പ് പഞ്ചസാര എന്നുവെച്ചാൽ മധുരം നോക്കിയിട്ട് ഇട്ടാൽ മതി. നിങ്ങൾ അരക്കപ്പ്, എനിക്ക് അരക്കപ്പ് കറക്റ്റ് ആയിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയ ലോ ഫ്ലെയിമിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ, അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് പാലും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ പാല് നമ്മൾ ഇപ്പോൾ സേമിയ പതുക്കെ തിളച്ചിട്ട് ഒന്ന് പതുക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ കസ്റ്റാർഡ് പൗഡറും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഇളക്കാൻ, ഇത് പെട്ടെന്ന് തിക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ആ കസ്റ്റാർഡ് പൗഡറും ഒക്കെ നന്നായിട്ട് പാലിലൊന്ന് കുക്കായി വെന്തതിന് ശേഷം നമുക്ക് വാങ്ങി മാറ്റി വെക്കാം. അപ്പോൾ ആ സമയത്തിന് നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇതെല്ലാം മിക്സ് ചെയ്യുന്ന പാത്രത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ആവശ്യം. നമുക്ക് കുറച്ചൊരു തിക്കായിട്ട് നിൽക്കണം. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഫ്രൂട്ട്സുകളെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് പച്ചമുന്തിരി, കറുത്ത മുന്തിരിയും, അതേപോലെ ചെറിയ വാഴപ്പഴം, പിന്നെ ആപ്പിൾ, നമുക്ക് ഏത് ഫ്രൂട്ട്സ് എനി ഫ്രൂട്ട്സ് ഏതുണ്ടോ നമുക്ക് അതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഉണക്ക മുന്തിരി, അതേപോലെ തന്നെ കുറച്ച് ഞാൻ നെയ്യിൻ്റെ അകത്ത് കാഷ്യൂ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ബദാം കുറച്ച് കട്ട് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇളക്കം തന്നെ അറിയാം ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. അധികം ലൂസ് ആവാനും പാടില്ല. അധികം ലൂസായിപ്പോൾ പായസം പോലെ ഇപ്പോൾ നമ്മളൊരു ഡെസേർട്ടായിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിലായിട്ട് നിൽക്കണം. അപ്പോൾ ഇതൊന്നും കറക്റ്റാക്കി ലെവലാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് പൊമോഗ്രാൻറ്റും കൂടി മേലിട്ട് കൊടുക്കുക. ഒരു ഭംഗിയുമാണ്, പിന്നെ ഒരു ടേസ്റ്റുമാണ്. നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ അതിനുശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇങ്ങനെ എവിടെയും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ഫ്രിഡ്ജിൽ വെച്ച് തണുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.